നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 4 ആണ്ടത്തെ ഭരണം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അധികാര തുടർച്ചയ്ക്കായുള്ള പലവിധ പദ്ധതി ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാരും CPIM-ഉം. പതിവ് PR പരിപാടികളും സൈബർ സ്ട്രാറ്റജികളും പോരാ എന്ന് വിചാരിക്കുന്ന പാർട്ടി പുതിയ ചില ഉദ്യമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് സംസ്ഥാനത്തെമ്പാടും ആയിരക്കണക്കിന് പാർട്ടി ബന്ധുക്കളെ സംഘടിപ്പിച്ച് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വലിയ ഒരു പദ്ധതി. കേവലമായ സർക്കാർ പ്രതിരോധത്തിന് അപ്പുറം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ സംരക്ഷിക്കാനുള്ള വിശാല പദ്ധതി എന്ന നിലയ്ക്കാണ് CPIM ഈ സംരംഭത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും സൃഷ്ടിപരവും കൈയടിക്കേണ്ടതുമായ നടപടിയായി ഇതിനെ കാണണം. തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള പൊടിക്കൈകൾ എന്നതിനപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയ്ക്ക് സംഭവിക്കുന്ന ഭ്രംശങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമാലോചിക്കാൻ പാർട്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത് ശുഭകരമാണ്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുക, പോലീസിനെ ന്യായീകരിക്കുക പോലെയുള്ള അർത്ഥശൂന്യമായ വ്യായാമങ്ങൾക്ക് ഇടവേളയെടുത്ത് ഇടതുപക്ഷ മൂല്യങ്ങൾക്കെതിരെ നടക്കുന്ന ആസൂത്രിതവും സൂക്ഷ്മവുമായ ആക്രമണ പദ്ധതികളെ ചെറുക്കാൻ പാർട്ടി ഇറങ്ങിത്തിരിക്കട്ടെ. ഇടതുപക്ഷ ആശയ പ്രചാരണത്തിന് കൂടുതൽ വേഗതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ പുതിയൊരു സാംസ്കാരിക മുന്നണി രൂപീകരിക്കുക എന്ന തീരുമാനമെടുത്താണ് EMS അക്കാദമിയിലെ ശില്പശാല പൂർത്തിയായിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പുതിയ സാധ്യതകളെയെല്ലാം പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് ജില്ലാതല ശില്പശാലകളിലേക്ക് കടക്കുന്നു. സർക്കാരിൻ്റെ വികസന പദ്ധതികളും മുഖ്യമന്ത്രിയുടെ പ്രഭാവവും മാത്രം പോരാ അധികാരത്തിൻ്റെ തുടർച്ചയ്ക്കെന്ന് പാർട്ടി ശരിയായി മനസ്സിലാക്കുകയാണോ? മുൻപ് പറഞ്ഞ ഘടകങ്ങൾക്കപ്പുറം ഒലിച്ചു പോകുന്ന അടിത്തറയെ പഴയപടിയാക്കാതെ ഇടതുപക്ഷത്തിന് അധികാരമോഹവുമായി അധികകാലം പോകാനാകില്ലെന്ന തിരിച്ചറിവ് പുതിയ പ്രവർത്തന സംസ്കാരത്തിലേക്ക് സഞ്ചരിക്കാൻ അതിനെ നിർബന്ധിതമാക്കുന്നുണ്ടോ? മലയാളി സമൂഹത്തിൻ്റെ ഉള്ളടരുകളിലേക്ക് അതിസൂക്ഷ്മമായി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയെ ചെറുക്കാൻ പരമ്പരാഗത പ്രചാരണ പ്രതിരോധ മാർഗങ്ങൾ പോരാതെ വരുന്നു. ജന്മനാ തന്നെ ഞങ്ങളുടെ പാർട്ടി RSSന് വർഗീയതയ്ക്ക് എതിരാണെന്ന പതിവ് പല്ലവിയുടെ പ്രയോഗശേഷിയൊക്കെ ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട്. പാർട്ടി ഭരിക്കുമ്പോൾ, പാർട്ടി നോക്കി നിൽക്കുമ്പോൾ ഒരുവിധ തടസ്സവുമില്ലാതെ ഹിന്ദുത്വയുടെ സാംസ്കാരിക അധിനിവേശം കേരളത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചെറുക്കാൻ ഈ പുതിയ സംവിധാനത്തിലൂടെ CPIM എന്തു ചെയ്യുന്നു എന്നാണ് നാം ഉറ്റുനോക്കേണ്ടത്. കാരണം ആ പദ്ധതി ശരിയായ വഴിയിലാണെങ്കിൽ അത് വിജയപഥത്തിലെത്തേണ്ടത് ഈ നാടിൻ്റെ വരും തലമുറകളുടെ ആവശ്യവുമാണ്. കേവലമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളോടുള്ള ദൈനംദിന പ്രതിരോധ പ്രവർത്തനത്തിന് പുതിയൊരു പടയെ ഒരുക്കുന്നുവെന്നാണ് CPIMകാർ പറയുന്നത്. അതിനായി ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പുതിയ ഒരു മുന്നണിയുടെ രൂപീകരണം. ഇടതുപക്ഷ ആശയം കേരളത്തെ സൃഷ്ടിക്കുന്നതിലും നിലനിർത്തുന്നതിലും വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പ്രധാന ലക്ഷ്യമത്രേ. അതിനപ്പുറം പോയി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ വലിയ പ്രചാരണ പരിപാടിയും ആലോചനയിലുണ്ട്. വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒക്കെ മറ പിടിച്ചാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിലേക്ക് അരിച്ചരിച്ച് ഇറങ്ങുന്നത്. അവയാണ് CPIMൻ്റെ തന്നെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ ഇളക്കി മറിച്ചത്. ആലപ്പുഴയിലും ആലത്തൂരിലും ആറ്റിങ്ങലിലുമെല്ലാം നാം അത് കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒളിച്ചു കടത്തലുകളെ തടയുക എന്നത് പ്രധാന ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു പാർട്ടിയുടെ മുന്നിൽ. സ്കൂളുകളിൽ ഗുരുപൂജ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുന്നത് പോലും പഴയ ഇടുങ്ങിയ സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയെ വലിച്ചിടാനുള്ള പദ്ധതി ആലോചനയുടെ ഭാഗമാണ്. അത്തരം ചെറിയ ചെറിയ സംഗതികളെപ്പോലും തിരിച്ചറിയുകയും അതിനനുഗുണമായ പ്രതിരോധമൊരുക്കുകയും ചെയ്യേണ്ടത് ഓരോ പുരോഗമന സംഘടനകളുടെയും ബാധ്യതയാണ്. ഇരുട്ടിലെ ഇടുങ്ങിയ പഴഞ്ചനാചാരങ്ങളല്ല, മനുഷ്യബന്ധിയായ പുരോഗമന മൂല്യങ്ങളാണ് ഒരു സമൂഹമെന്ന നിലയ്ക്ക് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ബോധ്യത്തെ ഇവിടെ സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തവും അവരുടേതാണ്.
മതവിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും മൊത്തക്കുത്തകക്കാരായി സംഘപരിവാരം വേഗം കളം നിറയുകയും കമ്മ്യൂണിസ്റ്റുകളെയും മറ്റു രാഷ്ട്രീയക്കാരെയുമെല്ലാം വിശ്വാസത്തിനും പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിന് തന്നെയും എതിരായി നിലകൊള്ളുന്നവരെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുവഴി ക്ഷേത്ര സന്ദർശകരെയും കുടുംബ ഗ്രൂപ്പുകളെയുമെല്ലാം അവർ വേഗം കൈക്കലാക്കുന്നു. കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയുടെ അരികുമാന്തുന്ന വ്യാജങ്ങൾ ഇന്ന് ഏറ്റവും അധികം വന്നു നിറയുന്നത് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ്. ശബരിമലയിലെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ എടുക്കുന്നുവെന്ന വ്യാജം വിശ്വസിക്കുന്നവർ ഇപ്പോഴും പല കുടുംബ ഗ്രൂപ്പുകളിലും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ ഫലപ്രദമായ ഒരു പദ്ധതിയും CPIM-നോ മറ്റു പാർട്ടികൾക്കോ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും സത്യം. ഇത്തരം ഗ്രൂപ്പുകളിൽ മതവിദ്വേഷം, തെറ്റായ വിവരങ്ങൾ, ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള സന്ദേശങ്ങൾ, മീമുകൾ, വീഡിയോകൾ എന്നിവ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ലവ് ജിഹാദ് പോലെയുള്ള വ്യാജ ആഖ്യാനങ്ങൾ മറ്റ് മതവിഭാഗങ്ങളോടുള്ള ഭയവും വിദ്വേഷവും വളർത്താൻ കാര്യമായി തന്നെ പ്രയോഗിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും ഹിന്ദുത്വ ശക്തികൾക്ക് സാമൂഹ്യ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വേദികളായി മാറ്റപ്പെടുകയാണ്. ആചാരങ്ങളുടെയും പരമ്പരാഗത ആഘോഷങ്ങളുടെയും പേരു പറഞ്ഞും ആചാര സംരക്ഷണം എന്ന മേമ്പൊടി ചേർത്തുമൊക്കെ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണവും മതേതര മൂല്യങ്ങൾക്കെതിരായ തുറന്ന യുദ്ധങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. ചില ക്ഷേത്ര ഭരണസമിതികളും സംഘടനകളും തന്നെ സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും കാണാം. ശബരിമല പ്രശ്നം പോലെയുള്ള വിഷയങ്ങൾ സുവർണാവസരമാണെന്ന് പ്രഖ്യാപിച്ച് ധ്രുവീകരണത്തിനായി ഇറങ്ങിത്തിരിച്ച സംഘപരിവാരത്തെ നമുക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. തൃശ്ശൂർ പൂരം, ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങളെപ്പോലും മതനിരപേക്ഷതയുടെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഇത്തരം ആചാരങ്ങളെ ഹിന്ദു എന്ന ഏകമത ലേബലിനു കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ദൃശ്യമാണ്. എല്ലായിടത്തും പ്രധാന കാര്യക്കാരായി RSS നേതാക്കൾ തന്നെ രംഗത്തുണ്ട്. തൃശ്ശൂർ പൂരത്തിലടക്കം മനഃപൂർവമായ പ്രശ്നങ്ങളുണ്ടാക്കി വിഭജനത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നു അവർ. നമ്മുടെ സംവിധാനങ്ങൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ സംവിധാനങ്ങൾ, അത് നോക്കി നിൽക്കുന്നു. ആ പ്രശ്നം CPIM എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയാനും കേരളം കാത്തിരിക്കുന്നു. സാംസ്കാരിക വലതുപക്ഷം കുടുംബ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറിയതിനെ ചെറുക്കാനാവണം അവരാദ്യം ഒരു ശാസ്ത്രീയ കൃത്യതയുള്ള പദ്ധതി തയ്യാറാക്കേണ്ടത്. ഒരു കാര്യം പ്രധാനമാണ്. ഇടതുപക്ഷ മൂല്യ സംരക്ഷണത്തിനായി വലിയൊരു സാംസ്കാരിക മുന്നണിയെ പരുവപ്പെടുത്തുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യത്തിനൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ നാട് ഭരിക്കുന്ന സർക്കാരിനുമുണ്ട്. ഹിന്ദുത്വ അധിനിവേശ പദ്ധതികളോട് രാജിയായി നിൽക്കുകയും പണിയെല്ലാം സാംസ്കാരിക മുന്നണിയെ ഏൽപ്പിക്കുകയും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ ഇതൊരു തമാശക്കളിയായി മാറും. 2024 പൂരം മാത്രം നോക്കൂ. അത് കലക്കാൻ ആസൂത്രിതമായ ശ്രമം ഉണ്ടായി എന്ന സത്യം മല പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും അതിലൊരു FIR പോലും നമ്മുടെ പോലീസ്, നമ്മുടെ സർക്കാർ എടുത്തിട്ടില്ല. അത് കലക്കാൻ ആസൂത്രിത സ്വഭാവത്തോടെ പ്രവർത്തിച്ചുവെന്ന് വിചാരിക്കപ്പെടുന്ന പോലീസ് ഓഫീസറെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇടതുപക്ഷ ഭരണകൂടം. ഇത് കേവലമായ ആരോപണമല്ല. പൂരത്തിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിനെതിരെ ഇടപെടണം എന്നാവശ്യപ്പെടാൻ വിളിച്ചപ്പോഴൊക്കെ പോലീസ് ഓഫീസർ തൻ്റെ കോൾ അവഗണിച്ചുവെന്ന് മൊഴി കൊടുത്തത് സംസ്ഥാനത്തെ 2ാമത്തെ മന്ത്രിയായ ശ്രീ K. രാജനാണ്. ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിടക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും കാർക്കശ്യ നിലപാടില്ലാതെ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പ്രതിരോധ മുന്നണിയെ ഫലപ്രദമായി അവതരിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും CPIM-ന് കഴിയുക? കേരളത്തിൻ്റെ സാഹോദര്യ മനസ്സിന് മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാരം വിത്തിട്ട് മുളപ്പിച്ച സംഘമാണ് കാസ എന്ന തീവ്ര സംഘടന. വെറുപ്പും വിദ്വേഷവും നിരന്തരം കുത്തിവെച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റുക എന്നതാണ് അതിൻ്റെ അജണ്ട. അതിനെ ഗൗരവമുള്ളൊരു ഭീഷണിയായി കാണാനോ പ്രതിരോധം സജ്ജീകരിക്കാനോ CPIM ഇതുവരെ മെനക്കെട്ടിട്ടില്ല. അത് കാണണം. കാസയുടെ വർഗീയാശയങ്ങളുടെ പ്രചാരകരായി ചില മതമേലധ്യക്ഷന്മാർ തന്നെ മാറിയതോടെ അത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആകെ താല്പര്യമെന്ന മട്ടിലാണ്
CPIM പലപ്പോഴും സമീപിച്ചത്. പാലാ ബിഷപ്പ് അവതരിപ്പിച്ച നർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള വിദ്വേഷാശയങ്ങളോട് എടുത്ത അഴകുഴമ്പൻ സമീപനം നമുക്കോർമ്മയുണ്ട്. ഈരാറ്റുപേട്ടയിലെ പള്ളി വികാരിയെ മുസ്ലിം സ്കൂൾ വിദ്യാർത്ഥികൾ ബൈക്കിടിച്ചു കൊല്ലാൻ നോക്കിയെന്ന PC ജോർജുമാരുടെ പ്രചാരണത്തോടും ഉത്തരവാദിത്തരഹിതമായ സമീപനമെടുക്കുകയോ ഏതാണ്ട് അതിൻ്റെ പ്രചാരണത്തിന് സഹായിക്കുകയോ ചെയ്തു മുഖ്യമന്ത്രി പോലും. ആദ്യമൊക്കെ വോട്ടു നേട്ടമുണ്ടാക്കി തരുമെങ്കിലും ഒടുക്കം അതിൻ്റെ എല്ലാം വിളവെടുക്കാൻ പോകുന്നത് ഹിന്ദുത്വ സംഘപരിവാരമാകുമെന്നത് തീർച്ച. അത് തിരിച്ചറിഞ്ഞ് തിരുത്താനും പ്രതിരോധിക്കാനും പാർട്ടിക്ക് പുതിയ ആലോചനകൾ ഉണ്ടാകുമോ? മുഖ്യധാരാ വികസന സങ്കല്പത്തിൽ പെടാതെ പോകുന്ന മനുഷ്യരെ കാണുകയും കരുതുകയും ചെയ്യുക എന്നതും ഇടതുപക്ഷത്തിൻ്റെ വേര് നിലനിർത്തുന്നതിൽ പ്രധാനമാണ്. ദലിതരും ആദിവാസികളും അടിസ്ഥാന തൊഴിലാളി വർഗവുമെല്ലാം ഇടതുപക്ഷത്തെ നിലനിർത്തേണ്ടുന്ന ഘടകങ്ങളാണ്. അവയെ ഇനിയും ആഴത്തിൽ സമീപിക്കുക പ്രധാനമാണ്. ഇവരെയെല്ലാം കരുതുകയും അവരെയെല്ലാം വാല്യൂ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് സാംസ്കാരിക പ്രതിരോധധാരയിൽ അണിനിരത്തേണ്ടുന്നത്. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ എന്തു വില കൊടുത്തും ചേർത്തു നിർത്താനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. KSRTCയിലെ തൊഴിലാളികൾ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. സർക്കാർ നിയമിച്ചവരും സർക്കാരിൻ്റെ നിയമത്തിനൊപ്പിച്ച് ചലിക്കുന്നവരുമാണ്. അവരുടെ ശമ്പളം വൈകിക്കുന്ന ഒരു നിലപാടും ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമായതല്ല. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 2.5 വർഷക്കാലത്തിലധികം KSRTCയിൽ ജോലി ചെയ്ത തൊഴിലാളിക്ക് കൂലി കിട്ടാൻ അഭിമാനം പണയം വെച്ച് യാചിക്കേണ്ടി പോലും വന്നു. അവരുടെ ശമ്പള പ്രതിസന്ധിക്ക് കാരണം അവർ തന്നെയാണെന്നും മറ്റും പറഞ്ഞ് ഇടതുപക്ഷത്തെ മന്ത്രിമാർ അവരോട് തൊഴിലാളി ആക്ഷേപ നിലപാടെടുക്കുന്നത് നാം കണ്ടു. ഇടതുപക്ഷം എന്ന ആശയത്തെ താങ്ങി നിർത്തേണ്ടുന്ന അടിസ്ഥാന തൊഴിലാളി വർഗത്തോട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനത്തിനും LDF ഒടുക്കം വിലയൊടുക്കേണ്ടി വരുന്നു തെരഞ്ഞെടുപ്പുകളിൽ. ഇത്തരം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുടെ എല്ലാം ആത്യന്തിക നേട്ടം ഒടുക്കം വലതുപക്ഷം എടുക്കും എന്നാലോചിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും. പുതിയ സാംസ്കാരിക മുന്നണി സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും പ്രവർത്തിക്കുമെന്നാണ് അറിയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ ഇടപെടൽ ആവശ്യമുള്ള ഒരു മേഖല. സോഷ്യൽ മീഡിയ മതവർഗീയതയുടെ പ്രചാരണത്തിനുള്ള ശക്തമായ ഉപകരണമായി മാറിയിരിക്കുന്നു ഇന്ന്. വ്യാജ വാർത്തകൾ, മീമുകൾ, വിദ്വേഷ സന്ദേശങ്ങൾ എന്നിവ വേഗത്തിൽ പ്രചരിക്കുന്ന ഇടമാണത്. കേരളത്തിലെ യുവാക്കളും മധ്യവയസ്കരും ഈ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കുന്നതിനാൽ വർഗീയ ശക്തികൾക്ക് അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ അനിയന്ത്രിതമായ വിവരപ്രവാഹം മതനിരപേക്ഷ മൂല്യങ്ങളുടെ നിലനിൽപ്പിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ചില റിസർച്ചുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ശരിയും തെറ്റുമേതെന്ന് തിരിച്ചറിയാനാകാത്ത വേഗതയാണ് വിവരങ്ങളുടെ ഒഴുക്കിന്. ലോകത്ത് ഏറ്റവും അധികം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന നാടുകളിലൊന്ന് ഇന്ത്യയാണെന്ന് വേൾഡ് എക്കണോമിക് ഫോറം തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്ന നിലയുണ്ടായി. അത്രയും ഗൗരവമുള്ള ഒരു സംഗതിയെ നമ്മുടെ സർക്കാർ എത്ര ഗൗരവത്തിൽ കാണുന്നു? വെറുപ്പ് പറയുന്ന ആളുകളെ കേസെടുത്ത് ആളാക്കണമോ എന്നൊക്കെയാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ചിന്ത എന്ന് തോന്നുന്നു. എന്നാൽ അതൊരു സൗകര്യമാക്കിയെടുത്ത് ഉത്തരവാദിത്തരഹിതമായി കൂടുതൽ വെറുപ്പ് തുപ്പാൻ ആവേശം കാട്ടുന്നു വിഷവാഹകർ എന്നതാണ് യാഥാർത്ഥ്യം. കർശനമായ നടപടികളാണ് വിഷക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് നമ്മുടെ സർക്കാർ മനസ്സിലാക്കുന്നില്ല. തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും നോക്കൂ. തമിഴ്നാട്ടിലെ DMK സർക്കാരും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും വെറുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നയനിലപാടുകൾ സ്വീകരിച്ചു പോരുന്നു. സംഘപരിവാരത്തിൻ്റെ വികാസ പദ്ധതികളെ വിട്ടുവീഴ്ചയില്ലാതെ മുളയിലേ നുള്ളണമെന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് അതിന് പിന്നിൽ. സാമൂഹ്യ ഐക്യവും സമാധാനവും നിലനിർത്തുന്നതിനും മതജാതി ഭാഷാ വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതിനും അത് പ്രധാനമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ പോലെ തന്നെ തമിഴ്നാട്ടിലെ DMKയുടെ ആശയധാരയും ഹിന്ദുത്വത്തോട് കർശന വിയോജിപ്പ് വെച്ച് പുലർത്തുന്നതാണ്. സാമൂഹ്യനീതിയും മതേതരത്വവും ഊന്നുന്നതിനാൽ മതജാതി വിഭാഗീയ ചിന്തകൾക്കെതിരെ ശക്തമായ നിലപാട് വേണമെന്ന് വിചാരിക്കുകയും അതിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു DMK. പക്ഷേ ഇവിടെ ഇടതുപക്ഷം എന്തു ചെയ്യുന്നു? BJP സംസ്ഥാന അധ്യക്ഷൻ മുതൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരെയുള്ളവരോട് ഒരയവും തമിഴ്നാട്ടിലെ സിസ്റ്റം കാണിക്കുന്നില്ല. ക്ഷേത്രങ്ങളിൽ നിന്ന് പണം കവർന്ന് ഹിന്ദു മതത്തെ നശിപ്പിക്കുന്നു എന്നായിരുന്നു നിർമ്മല സീതാരാമൻ്റെ 2024 ഒരു പ്രസംഗം.
നമ്മുടെ ഇവിടെ ദിനേന എന്നോണം കേൾക്കുന്ന ഒരു ആരോപണം. പക്ഷെ അവിടെ അത് ഗൗരവമുള്ള സംഗതിയും കേസുമായി. ഇവിടെ ഏതെങ്കിലും പ്രതീഷ് വിശ്വനാഥുമാർ ആയുധം പ്രദർശിപ്പിച്ചാൽ പോലും നമ്മുടെ പോലീസിന് അനക്കമൊന്നും ഉണ്ടാകാറില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്നു എന്ന് ഇടതുപക്ഷം എപ്പോഴും ആക്ഷേപിക്കുന്ന കോൺഗ്രസ്സാണ് ഇപ്പോൾ കർണാടകം ഭരിക്കുന്നത് എന്നോർക്കൂ. അവിടെയും വെറുപ്പിനോട് ഒരുവിധ സന്ധിയും സാധ്യമല്ലെന്ന് അവർ തെളിയിക്കുന്നു. കേന്ദ്രത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ RSSനെ നിരോധിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പോലും പ്രിയങ്ക് ഖാർഗെ പോലെയുള്ള മന്ത്രിമാർ അവിടെ തയ്യാറാവുന്നു. നോക്കൂ, കേരളത്തേക്കാൾ ഹിന്ദുത്വ വികാരത്തിൻ്റെ ആളലിന് സാധ്യതയുള്ള കർണാടകയിലാണ് കോൺഗ്രസ് ഈ ശക്തമായ നയം സ്വീകരിക്കുന്നത് എന്നോർക്കണം. ഇവിടെ ഇപ്പോഴും കേസെടുത്താൽ ആർക്കെങ്കിലും വേദനിക്കുമോ, അതുവഴി ഞങ്ങളുടെ 4 വോട്ട് പോകുമോ എന്ന ഭയപ്പാടിനെയും കെട്ടിപ്പിടിച്ചിരുന്ന് സ്വയം ഒലിച്ചു പോകുന്നു ഇടതുപക്ഷം. കേരളത്തെയും ഇടതുപക്ഷത്തെയും വീണ്ടെടുക്കാനുള്ള ക്രിയാത്മകവും സമഗ്രവുമായ പദ്ധതിക്കാണ് CPIM കോപ്പുകൂട്ടുന്നതെങ്കിൽ അതങ്ങേയറ്റം പ്രശംസനീയവും പ്രതീക്ഷാനിർഭരവുമായ ഇടപെടലാണ്. എന്നാൽ അത് കേവലം സർക്കാർ പ്രതിരോധവും മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട് സംഘവുമായി മാത്രം ചുരുങ്ങുകയും സർക്കാരും അതിൻ്റെ പാട്ടിന് പഴയതുപോലെ പോവുകയുമാണെങ്കിൽ നല്ല നമസ്കാരമേ നമുക്ക് ആ പാർട്ടിയോട് പറയാനാവൂ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.